മാന്നാർ പരിമല സെന്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പുതുതായി നിർമ്മിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ശിലാസ്ഥാപന കർമ്മവും ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച പീഡിയാട്രിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നടന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ ശിലാസ്ഥാപനവും ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച പീഡിയാട്രിക് ബ്ലോക്കിന്റെ കൂദാശ കർമ്മവും നിർവഹിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ പരിമല ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച പീഡിയാട്രിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. പരിമല സെന്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പുതിയതായി നിർമ്മിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും ആശുപത്രിയിലെ പുതിയതായി നിർമ്മിച്ച പീഡിയാട്രിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നടന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ ശിലാസ്ഥാപന കർമ്മവും ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച പീഡിയാട്രിക് ബ്ലോക്കിന്റെ കൂദാശ കർമ്മവും നിർവഹിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ പരിമല ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച പീഡിയാട്രിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ചികിത്സ മികച്ച നിലയിൽ ലഭ്യമാക്കുന്നതിൽ ഓരോ ദിവസവും കൂടുതൽ ശക്തവും ഫലപ്രദവുമായിട്ടുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളും നടത്തുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമുക്കറിയാം, രോഗത്തിന് മുന്നിൽ മനുഷ്യൻ നിസ്സഹായത. ഒരു ചെറിയ പനി വന്നാൽ, ഒരു തലവേദന സാധാരണമല്ലാത്ത മൈഗ്രെയിനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു മൈഗ്രെയിനാണ്, അതല്ലാതെ ഒരു തലവേദന വന്നാൽ, ഒരു ശരീരത്തിൽ ഒരു വേദന വന്നാൽ, ഒരു പനി വന്നാൽ, ഈ കാലഘട്ടത്തിൽ പരിമല ഹോസ്പിറ്റൽ പ്രത്യേകിച്ച് ക്യാൻസർ ചികിത്സാ രംഗത്ത് സംസ്ഥാനത്ത് തന്നെ വളരെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഈ അടുത്ത് നമ്മുടെ സ്റ്റേറ്റ് ഒരു വലിയ ക്യാമ്പയിന് തുടക്കമിട്ടു. ഫെബ്രുവരി മാസം 4-ാം തീയതി വേൾഡ് ക്യാൻസർ ഡേ. അങ്ങനെ ഒരു ക്യാമ്പയിൻ തുടങ്ങുന്നതിനൊരു കാരണം, ആ കാരണം ICMR അടുത്തിടെ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. അതിൽ പറയുന്നത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന റിപ്പോർട്ടാണ്. അതിൽ പറയുന്നത് ഇന്ത്യയിൽ 5 ക്യാൻസർ പേഷ്യൻസ് ഡിസീസ് ഡയഗ്നോസ് ചെയ്താൽ 3 പേർ മരണപ്പെടുന്നു എന്നുള്ളതാണ്. ലോകത്ത് അങ്ങനെ മോർട്ടാലിറ്റി ഹൈ ആയിട്ടുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, കേരളം ആരോഗ്യ സാക്ഷരതയിൽ വളരെ മുന്നിലാണ്. നമുക്ക് ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ളത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ ജീവിക്കുന്നത് കേരളത്തിലാണ്. നമ്മുടെ ശരാശരി ആയുസ് 76 വയസ്സാണ്. സ്ത്രീകൾക്ക് 80 വയസ്സും പുരുഷന്മാർക്ക് 74 വയസ്സും. നമ്മുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, നവജാത ശിശു മരണ നിരക്ക് രാജ്യത്ത് ഏറ്റവും കുറവ് കേരളത്തിലാണ്. ലോകാരോഗ്യ സംഘടന പറഞ്ഞു 2030 ആകുമ്പോഴേക്കും 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 6 കുഞ്ഞുങ്ങൾ മാത്രമേ മരിക്കാൻ പാടുള്ളൂ ഇന്ത്യയിൽ. സർക്കാർ ഹോസ്പിറ്റൽസിലാണ് ഇതുവരെ നമ്മൾ നടത്തിയിട്ടുള്ളത്. ഞാൻ ഈ അവസരത്തിൽ എനിക്കറിയാം അത് വളരെ പൂർണ്ണമായിട്ടത് പരിമല ഹോസ്പിറ്റൽ സഹകരിക്കും അത് എന്നുള്ളത്. നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെയും കൂടി, എല്ലാ സർക്കാർ ഹോസ്പിറ്റൽസിനും നമുക്കുണ്ട്. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെയും കൂടെ ഈ ഒരു ചെയിനിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണ്. നല്ല നിലയിൽ ബർത്ത് നടക്കുന്ന മേഖലയാണ് പ്രൈവറ്റ് സെക്ടർ കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരു ക്യാൻസർ ക്യാമ്പയിൻ എന്നതുപോലെ ഇതിലും നമുക്കൊരു കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിങ്ങിൽ പരിമല ഹോസ്പിറ്റൽ പങ്കാളിയാകണമെന്ന് ഞാൻ ഈ അവസരത്തിൽ വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. മാർ ഗ്രിഗോറിയോസ് ഹോസ്പിറ്റൽ ഇന്ന് അതിൻ്റെ വികസനത്തിൻ്റെ ഒരു പദവിയിലേക്ക് കൂടി പ്രവേശിക്കുകയാണ്. അനേകം ആളുകൾ ഇവിടെ 7 നിലയും മറ്റ് 2 വിങ്ങിലായിട്ട് 2 നിലകൾ വീതം 11 നിലകൾ പണിയുവാനായിട്ടാണ് നമ്മൾക്ക് അനുവാദം കിട്ടി. അതിനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 2 വർഷം എടുക്കും ഇതിൻ്റെ പൂർത്തീകരണം എന്നുള്ളത്. നമുക്ക് എത്രയും വേഗം മുറികൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി CEO ഫാദർ MC പൗലോസ്, ഓർത്തഡോക്സ് സഭയുടെ മെത്രാപ്പോലിത്തമാരായ ജോസഫ് മാർ ദിവന്യാസിയോസ്, മാത്യൂസ് മാർ തെവാദോസിയോസ്, എബ്രഹാം മാർ എപ്പിഫാനിയോസ്, സക്രിയോസ് മാർ സെവറിയോസ്, ഫാദർ തോമസ് വർഗീസ് അമയിൽ, ആശുപത്രി സെക്രട്ടറി വർക്കി ജോൺ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, മന്നാർ.